കേദാർനാഥിലാണ് വിഭജനം. ഇതുവരെ അമ്പലം പൊളിച്ചു പള്ളി പണിതു എന്ന കേസുകളായിരുന്നെങ്കിൽ ഇനി ഒരു പടി കൂടി കടക്കുകയാണ്. കേദാർനാഥിലേക്ക് അഹിന്ദുക്കളുടെ പ്രവേശനം തടയണം എന്നാണ് BJP MLA ആശാ നൗട്ടിയാൽ തുറന്നടിച്ചത്. ആശാ നൗട്ടിയാൽ പറഞ്ഞതാണ് പാർട്ടി നിലപാടെന്ന് ഉത്തരാഖണ്ഡ് BJP വക്താവ് മൻവീർ സിംഗ് ചൗഹാനും ശങ്കയില്ലാതെ വ്യക്തമാക്കി. അത് ഒരു MLAയുടെ നാവുപിഴയല്ല, കണക്കുകൂട്ടി അളന്നു മുറിച്ച് പറഞ്ഞതാണ്. അഹിന്ദുക്കളെ കേദാർനാഥിൽ തടയാനാകുമോ? സത്യം പറയട്ടെയിലേക്ക് സ്വാഗതം. കേദാർനാഥ് 830 പൗരന്മാർ മാത്രമുള്ള നഗരപഞ്ചായത്താണ്. അതിൽ 2 മുസ്ലിങ്ങളും 1 ക്രിസ്ത്യാനിയും 1 ബുദ്ധനും കഴിഞ്ഞാൽ മറ്റ് മതവിശ്വാസികളായ 8 പേർ കൂടിയുണ്ട്. കേദാർനാഥിലെ അഹിന്ദുക്കളായ ഈ 12 പൗരന്മാർ അല്ല MLA ഉയർത്തുന്ന പ്രശ്നം. കേദാർനാഥിലേക്ക് തന്നെ അഹിന്ദുക്കൾക്ക് പ്രവേശനം നൽകരുത് എന്നാണ്. ക്ഷേത്രത്തിലെ പ്രവേശനത്തിനൊക്കെ അവിശ്വാസികൾക്ക് വിലക്കേർപ്പെടുത്താൻ മത തീരുമാനം മതി. പക്ഷേ ഹിന്ദുക്കളല്ലാത്തവർ ഈ പഞ്ചായത്തിലെ പ്രവേശിക്കേണ്ടതില്ല എന്ന് എങ്ങനെ തീരുമാനിക്കും? यदि कुछ लोग इस तरह की हरकत जो केदारनाथ धाम को बदनाम करने का काम कर रहे हैं तो ऐसे लोगों पे प्रतिबंध लगना चाहिए। तो निश्चित तौर पर वो तो गैर हिंदू ही हैं जो मतलब बाहर से आके वहाँ पे ऐसी गतिविधियां कर रहे हैं और धाम को बदनाम करने का काम कर रहे हैं. ഉത്തരാഖണ്ഡിലെ MLA ആശാ നൗട്ടിയാൽ പറഞ്ഞത് ഇങ്ങനെയാണ്: ഹിന്ദുക്കളല്ലാത്തവർ പ്രവേശിക്കുന്നത് മതവികാരത്തെ വ്രണപ്പെടുത്തുന്നു. അഹിന്ദുക്കളെ പ്രവേശിപ്പിക്കരുത് എന്നാണ് ഗ്രാമവാസികളും പറയുന്നത്. കേദാർനാഥനെ കണ്ടുതൊഴാൻ ലോകമെങ്ങു നിന്നുമുള്ളവർ വരുന്നതാണ്. അതിനാൽ അഹിന്ദുക്കളുടെ പ്രവേശനം തടയണം. ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്ന് വരുന്നവരുടെ മതത്തിലും ജാതിയിലും BJP MLA ആശങ്കപ്പെടുന്നില്ല. ഇന്ത്യയിൽ നിന്നുള്ള ഇതര മതസ്ഥരുടെ പ്രവേശനം മാത്രമാണ് ഹിന്ദു വികാരത്തെ വ്രണപ്പെടുത്തുന്നത്. ഇത് ഒരു MLAക്ക് മാത്രമുള്ള അഭിപ്രായമാണോ എന്നറിയാൻ മാധ്യമങ്ങൾ ഉത്തരാഖണ്ഡിലെ BJP വക്താവ് മൻവീർ സിംഗ് ചൗഹാനെ സന്ദർശിച്ചു. MLA പറഞ്ഞതാണ് BJPയുടെ നയമെന്നാണ് മൻവീർ സിംഗ് ചൗഹാൻ വ്യക്തമാക്കിയത്. സനാതന ധർമ്മം നിലനിർത്താൻ കേദാർനാഥ് ഉൾപ്പെടെയുള്ള ചതുർക്ഷേത്രങ്ങളിലെ ദർശനം പ്രധാനമാണ്. അവിടെ അഹിന്ദുക്കൾ പ്രവേശിക്കേണ്ടതില്ല. കേദാർനാഥുമായി ബന്ധപ്പെട്ട് പതിറ്റാണ്ടുകളായി വ്യാപാരം നടത്തുന്നവരിൽ കൂടുതൽ മുസ്ലിം സമുദായത്തിൽ നിന്നുള്ളവരാണ്. കേദാർനാഥിൽ മാത്രമല്ല, ഛോട്ടാ ചാർധാം തീർത്ഥാടനങ്ങളിലെമ്പാടും ഇങ്ങനെയാണ്. അത് ഇന്നോ ഇന്നലെയോ ആരംഭിച്ചതല്ല, 100 വർഷം മുൻപ് തുടങ്ങിയ ശീലമാണ്. ഉത്തരാഖണ്ഡിൽ ഛോട്ടാ ചാർധാം എന്നറിയപ്പെടുന്നത് യമുനോത്രി, ഗംഗോത്രി, കേദാർനാഥ്, ബദ്രിനാഥ് എന്നിവിടങ്ങളിലെ തീർത്ഥാടനമാണ്. ഛോട്ടാ ചാർധാമിൽ ഏറ്റവും ദുർഘടമായ കേദാർനാഥിൽ കഴിഞ്ഞ വർഷം 14 ലക്ഷം തീർത്ഥാടകർ എത്തിയെന്നാണ് ഔദ്യോഗിക കണക്ക്. ഗംഗോത്രിയിൽ 6 ലക്ഷവും യമുനോത്രിയിൽ 5 ലക്ഷവും എത്തുന്നുണ്ട്. ഈ തീർത്ഥാടകരുടെ എണ്ണവും വ്യാപാര സാധ്യതകളും തന്നെയാണ് ഇപ്പോഴത്തെ നിർദ്ദേശങ്ങൾക്ക് പിന്നിൽ. പുരിയും രാമേശ്വരവും ദ്വാരകയും ബദ്രിനാഥും ഉൾപ്പെടുന്ന ചാർധാം സന്ദർശനം ഏറെ ബുദ്ധിമുട്ടേറിയതാണ്. ഈ പശ്ചാത്തലത്തിൽ പിന്നീട് ആരംഭിച്ചതാണ് കേദാർനാഥ് ഉൾപ്പെടുന്ന ഛോട്ടാ ചാർധാം. ആദ്യം അഹിന്ദുക്കളെ പ്രവേശിപ്പിക്കരുത് എന്ന് പറഞ്ഞ MLA പിന്നീട് തെളിച്ചു തന്നെ കാര്യങ്ങൾ പറഞ്ഞു. മുസ്ലിങ്ങളാണ് പ്രദേശത്തെ കച്ചവടക്കാരിലേറെയും. അവർ തീർത്ഥാടനത്തിന് യോജിച്ചതല്ലാത്ത ഭക്ഷണവും വിൽക്കുന്നു. പുണ്യസ്ഥലമായതിനാൽ അത് അനുവദിക്കാൻ കഴിയില്ല. ഹിന്ദുക്കൾ മാത്രം വ്യാപാരം നടത്തിയാൽ ചൈതന്യത്തിന് നാശം വരില്ല. ഇതാണ് MLA പിന്നീട് വിശദീകരിച്ചത്. ഒരാളോടും വിവേചനം കാണിക്കില്ലെന്ന് സത്യപ്രതിജ്ഞ ചെയ്യുന്ന MLA ആണ് മുസ്ലിങ്ങളുടെ വ്യാപാരം കേദാർനാഥിൽ വേണ്ട എന്ന് പറയുന്നത്. ഒരു ക്ഷേത്രമായാൽ അതിന്റെ അധീനതയിലുള്ള പ്രദേശത്ത് വ്യാപാരം ദേവസ്വത്തിന് തീരുമാനിക്കാം. പക്ഷേ ക്ഷേത്രത്തിലേക്കുള്ള വഴികളിലും മറ്റ് സ്ഥലങ്ങളിലും ആരൊക്കെ വ്യാപാരം നടത്തണം നടത്തരുത് എന്ന് തീരുമാനിക്കാൻ ഇന്ത്യയിൽ ഒരു വകുപ്പുമില്ല. ഒരാളോടും ഭേദവും വേർതിരിവും കാണിക്കാതെ വ്യാപാരത്തിനും കൃഷിക്കും വ്യവസായത്തിനുമുള്ള അവകാശം അനുവദിക്കേണ്ടതാണ്. നിയമത്തിന് മുന്നിൽ എല്ലാ പൗരന്മാരും തുല്യരാണ്. അവിടെ ഏതെങ്കിലും ഒരു മതവിഭാഗത്തിന് മാത്രം വിലക്കേർപ്പെടുത്താൻ ഇന്ത്യൻ ഭരണഘടന അനുവദിക്കില്ല. 2013 മിന്നൽ പ്രളയത്തിൽ രക്ഷകരായത് കേദാർനാഥിലേക്കുള്ള വഴികളിൽ വ്യാപാരം നടത്തിയിരുന്നവരാണ്. ദൂരദേശങ്ങളിൽ നിന്ന് വന്ന് വഴിയറിയാതെ വിഷമിച്ചവരെ പോറൽ പോലും ഏൽക്കാതെ ദിവസങ്ങളോളം സംരക്ഷിച്ചത് ഇതര മതസ്ഥരാണ്. കേദാർനാഥിലെ തീർത്ഥാടന വഴികളിൽ മാത്രമല്ല, ക്ഷേത്രത്തിലേക്ക് വേണ്ട സാധനങ്ങൾ എത്തിക്കുന്നതും മുസ്ലിങ്ങൾ ഉൾപ്പെടെയുള്ളവരാണ്.
ഉത്തർപ്രദേശിൽ തീർത്ഥാടക പാതകളിൽ ഹോട്ടൽ ഉടമയുടെ പേര് വലിയ അക്ഷരത്തിൽ എഴുതി വെക്കണമെന്ന് ഉത്തരവുണ്ടായി. മുസ്ലിങ്ങളായ വ്യാപാരികളെ കണ്ടെത്തി ഒറ്റപ്പെടുത്തുന്നതിനായിരുന്നു ഈ നീക്കം. അതിലും ഒരു പടി കൂടി കടക്കുകയാണ് പുതിയ വാദങ്ങൾ. ഹിന്ദുക്കളല്ലാത്തവരുടെ പ്രവേശനം തന്നെ തീർത്ഥാടന പാതയിൽ തടയണമെന്നാണ് നിർദ്ദേശം. വൈക്കത്ത് ക്ഷേത്രത്തിന് സമീപമുള്ള വഴിയിലൂടെ സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി സമരം നടത്തിയത് കൃത്യം 100 വർഷം മുൻപാണ്. നൂറ്റാണ്ടൊന്ന് കടന്നപ്പോൾ തുറന്ന പാതകൾ കൂടി കൊട്ടിയടയ്ക്കാനാണ് ശ്രമം. നമസ്കാരം.